भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ വ്രജപ്രിയം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 901 ദിവസത്തിലേക്ക് എത്തുന്നു. ഇന്ന് ഈ വർഷത്തിലെ 2ാമത്തെ മാസം ആരംഭിക്കുന്നു. ഫെബ്രുവരി 1-ാം തീയതിയാണ്. ദ്വാദശ സ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യം ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചുപോയപ്പോൾ ഇനി ഏതൊക്കെ രാജാക്കന്മാരാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചോദ്യത്തിന് മറുപടിയായിട്ട് മാഗധ വംശത്തിൻ്റെ തുടർച്ചയാണ് ആദ്യം പറയുന്നത്. ഇവിടെ പറഞ്ഞു ബൃഹദ്രഥൻ, ജരാസന്ധൻ, സഹദേവൻ അങ്ങനെയുള്ള രാജാക്കന്മാരുടെ കഥ പറഞ്ഞ് അതൊക്കെ നവമസ്കന്ധത്തിൽ പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഇതാ ജിപുഞ്ജയൻ, ആ രാജാവിൻ്റെ മന്ത്രിയായ ശുനകൻ, ശുനകന്റെ പുത്രനായിരിക്കുന്ന പ്രദ്യോതൻ, പ്രദ്യോതന്റെ പുത്രനായ പാലകൻ, പാലകന് ശേഷം പുത്രനായ വിശാഖയൂപൻ, വിശാഖയൂപന്റെ പുത്രനായിരിക്കുന്ന രാജകൻ. പിന്നീട് പറയുകയാണ് നന്ദിവർദ്ധന സ്ഥൽപുത്ര പഞ്ചപ്രദ്യോതനായിമേ അഷ്ടത്രിംശോത്തരശതം ഭോക്ഷ്യന്തി പൃഥിവീം നൃപ. ഇവിടെ പറയുന്നു അഷ്ടത്രിംശോത്തരശതം എന്ന് വെച്ചാൽ 138 കൊല്ലം. ഇപ്പം ഇവിടെ തൽപുത്ര നന്ദിവർദ്ധന തൽപുത്ര, രാജകന്റെ പുത്രനായിട്ട നന്ദിവർദ്ധനൻ പഞ്ചപ്രദ്യോതനായി ഇമേ പഞ്ച, ഈ 5 പേർ പൃഥിവീം ഭോക്ഷ്യന്തി, പൃഥിവിയെ അനുഭവിക്കും. അപ്പോൾ രാജകന്റെ പുത്രൻ നന്ദിവർദ്ധനൻ, പ്രദ്യോതൻ മുതൽക്കുണ്ടാകുന്ന ഈ 5 രാജാക്കന്മാര്. ഇപ്പോൾ പ്രദ്യോതൻ ആദ്യം, പ്രദ്യോതന് ശേഷം പാലകൻ, പാലകന്റെ പുത്രൻ വിശാഖയൂപൻ, വിശാഖയൂപന്റെ പുത്രൻ രാജകൻ, രാജകന്റെ പുത്രൻ നന്ദിവർദ്ധനൻ. ഈ 5 പേര് ചേർന്ന്
ഈ ലോകത്ത് 138 വർഷക്കാലം ഭൂമിയെ പരിപാലിക്കും. അതിനുശേഷമുള്ളത് പറയുകയാണ്. പിന്നീട് പറയണു, ഈ നന്ദിവർദ്ധനന്റെ മകൻ ശിശുനാഗസ്തതോഭാവ്യ കാകവർണസ്തു തൽസുത ക്ഷേമധർമ്മ തസ്യ സുത ക്ഷേത്രജ്ഞ ക്ഷേമധർമ്മജ. പിന്നീടുള്ള രാജാക്കന്മാരുടെ പേരുകൾ പറയണം. അനന്തരം തഥാ ഭാവ്യ ഭവിക്കാനുള്ളവൻ, തസ്യ സുത അവന്റെ പുത്രൻ, ക്ഷേമധർമ്മജ ക്ഷേമധർമ്മനിൽ നിന്ന് ജനിച്ചവൻ. അപ്പൊ നന്ദിവർദ്ധനപുത്രൻ ശിശുനാഗൻ, ശിശുനാഗന്റെ പുത്രൻ കാകവർണൻ, കാകവർണന്റെ പുത്രൻ ക്ഷേമധർമ്മൻ അല്ലെങ്കിൽ ക്ഷേമധർമാവ്, അവന്റെ പുത്രനാണ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. പിന്നെ ക്ഷേമധർമ്മജനിൽ നിന്ന് ക്ഷേമധർമാവിൽ നിന്ന് ഉണ്ടാവുന്നവൻ ക്ഷേത്രജ്ഞൻ. വിധിസാരസുതസ്തസ്യ അജാതശത്രു ഭവിഷ്യതി ദർഭക തൽസുതോ ഭാവി ദർഭകസ്യാജയസ്മൃത. ഭവിഷ്യതി ഭവിക്കും, ഭാവി ഭവിക്കാനുള്ളത്, സ്മൃത സ്മരിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെ? ക്ഷേത്രജ്ഞന്റെ പുത്രൻ വിധിസാരൻ, ആ വിധിസാരന്റെ പുത്രൻ അജാതശത്രു, അജാതശത്രുവിന്റെ മകൻ ദർഭകൻ, അതേപോലെ തന്നെ അവന്റെ പുത്രനാണ് അജയൻ എന്നും പറയുന്നു. എന്നിട്ട് പറഞ്ഞു, നന്ദിവർദ്ധന ആജേയോ മഹാനന്ദി സുതസ്തത ശിശുനാഗ ദശൈവൈതേ ഷഷ്ട്യുത്തര ശതത്രയം സമാഭോക്ഷ്യന്തി പൃഥിവീം കുരുശ്രേഷ്ഠ കലൗ നൃപ മഹാനന്ദി സുതോ രാജൻ ശൂദ്രീഗർഭോദ്ഭവോ ബലി. മഹാപത്മപതി കശ്ചിൻ നന്ദ ക്ഷത്രവിനാശകൃൽ തതോ നൃപ ഭവിഷ്യന്തി ശൂദ്രപ്രായാസ്തു അധാർമിക. ആജേയ പറഞ്ഞു നേരത്തെ, ആ അജയനെ കുറിച്ച് പറഞ്ഞു. അജയനിൽ നിന്നുണ്ടായ ആള് ആജേയൻ. ഏതേ ദശ ഈ 10 പേർ ഷഷ്ട്യുത്തര ശതത്രയം സമാ 360 സംവത്സരം പൃഥിവീം ഭോക്ഷ്യന്തി പൃഥിവിയെ ഭുജിക്കും. കുരുശ്രേഷ്ഠ പരീക്ഷിത്തെ ശൂദ്രീഗർഭോദ്ഭവ ശൂദ്രസ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചവൻ ബലി മഹാബലവാനാണ്. മഹാപത്മപതി മഹാപത്മം എന്ന വലിയ സൈന്യത്തിന്റെ അധിപനാണ്. ക്ഷത്ര വിനാശക്കൾ ക്ഷത്രിയ വംശത്തെ നശിപ്പിക്കുന്നവനാണ്. തഥാ അനന്തരം ശൂദ്രപ്രായ നൃപഹ ഭവിഷ്യന്തി ശൂദ്രതുല്യരായിട്ടുള്ള രാജാക്കന്മാര് ഉണ്ടാവും. അജയപുത്രൻ ആജയൻ എന്ന് അറിയപ്പെടുന്ന നന്ദിവർദ്ധനൻ, അവന്റെ പുത്രൻ മഹാനന്ദി എന്ന് പറയുന്നു. മഹാനന്ദി ശിശുനാഗൻ തുടങ്ങിയ 10 രാജാക്കന്മാർ നേരത്തെ പറഞ്ഞു. ശിശുനാഗൻ തുടങ്ങി ഇങ്ങോട്ട് ശിശുനാഗൻ, കാകവർണൻ, ക്ഷേമധർമാവ്, ക്ഷേത്രജ്ഞൻ, വിധിസാരൻ, അജാതശത്രു, ധർമ്മകൻ, അജയൻ എന്നിങ്ങനെ പറഞ്ഞു. അജയന്റെ പുത്രനായിരിക്കുന്ന നന്ദിവർദ്ധനൻ, ആ നന്ദിവർദ്ധനന് പുത്രനായിരിക്കുന്ന മഹാനന്ദി. ഇപ്പൊ എത്ര പേരായി? 10 പേരായി. ഈ 10 രാജാക്കന്മാർ 360 സംവത്സരം രാജ്യപരിപാലനം ചെയ്യും. ആദ്യത്തെ 5 പേര് 138 വർഷം എന്ന് ഇവിടെ പറഞ്ഞു, അഷ്ടത്രിംശോത്തര ശതം. ഇവിടെയോ ഇവര് പറയണു ഷഷ്ട്യുത്തര ശതത്രയം സമ 360 സംവത്സരം ഈ ഭൂമിയെ പരിപാലിക്കും. പരീക്ഷിത്തെ മഹാനന്ദിയുടെ പുത്രൻ, മഹാനന്ദിക്ക് ഒരു ശൂദ്രസ്ത്രീയിൽ ഉണ്ടായ പുത്രനാണ്. മഹാബലവാനായ ക്ഷത്രിയ വർഗത്തെ മുഴുവൻ നശിപ്പിക്കുന്നവനായിരിക്കുന്ന ആരെ പോലെ? അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പരശുരാമനെ പോലെ. ഈ പ്രഖ്യാതനായ ഒരാളുണ്ടാവും. ഈ രാജാവ് മഹാപത്മം എന്നു പേരായ മഹാസംഖ്യ അടങ്ങിയ സൈന്യത്തിന്റെ അധിപനായി മാറും. പത്മം, മഹാപത്മം എന്നൊക്കെയാണ് സൈന്യത്തിലെ ആ സൈനികരുടെയും അതിലുള്ള മറ്റ് ചതുരംഗ പടയുടെയും ഒക്കെ എണ്ണം കണക്കാക്കിയിട്ട് പറയുക. ഇപ്പൊ ഇവിടെ പറയുകയാണ്, ആ മഹാപത്മം എന്ന മഹാസംഖ്യ അടങ്ങിയ സൈന്യത്തിന്റെ അധിപനായിട്ട് തീരും ഇവിടെ നന്ദൻ എന്ന
സംജ്ഞ നന്ദനൻ എന്നു പേരുള്ള ഈ മഹാനന്ദിയുടെ പുത്രൻ. അപ്പൊ ശൂദ്രതുല്യരാണ് ഈ രാജാവിന് ശേഷമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ ക്ഷത്രിയ ധർമ്മത്തെ നിരാകരിക്കുന്നവരും ക്ഷത്രിയരെ അടിച്ചൊതുക്കുന്നവരും ആയിത്തീരും. സ ഏകക്ഷത്രാം പൃഥിവീമനുലംഘിത ശാസന ശാസിഷ്യതി മഹാപത്മോ ദ്വിതീയ ഇവ ഭാർഗവ. അനുലംഘിത ശാസന, ഉല്ലംഘിക്കപ്പെടാത്ത ആജ്ഞയോടുകൂടിയവൻ, മഹാപത്മ, മഹാപത്മവാനുമായ സ അവൻ, ദ്വിതീയ ഭാർഗവ ഇവ, രണ്ടാമത്തെ പരശുരാമൻ എന്നതുപോലെ. ആദ്യത്തെ പരശുരാമൻ രേണുകയുടെയും ജമദഗ്നിയുടെയും പുത്രനായിട്ടുള്ള ഭഗവാന്റെ തന്നെ അവതാരമായിരിക്കുന്ന പരശുരാമനാണ്. അതുകൊണ്ടാണ് ഭാർഗവരാമൻ എന്ന് ഭഗവാനെ വിളിക്കാറുള്ളത്. അന്നും ഭഗവാൻ എന്താ, ക്ഷത്രിയന്മാരെ 21 വട്ടം ഭൂമി മുഴുവൻ സഞ്ചരിച്ച് നിഗ്രഹിച്ചു. അവരുടെ ആ ഗർവിലും ധാർഷ്ട്യത്തിലുമൊക്കെ ദേഷ്യം വന്ന പരശുരാമൻ പരശു കൊണ്ട് അവരെ മുഴുവൻ ഇല്ലാതെയാക്കി. അപ്പൊ മഹാപത്മ സൈന്യത്തിന്റെ അധിപനായ ഒരാളുടെ ആജ്ഞയെ തകർക്കുക, അതിനെ അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ ഇവിടെ ഈ ഭൂമിയിൽ ചക്രവർത്തിയായി മാറുന്ന ഈ നന്ദനൻ രണ്ടാമത്തെ പരശുരാമൻ എന്നതുപോലെ ദ്വിതീയൈവ ഭാർഗവ, ക്ഷത്രിയവർഗത്തെ അടിച്ചമർത്തും, ഭൂമിയെ ഏകശാസനയിൽ കൊണ്ടുവരികയും ചെയ്യും എന്ന് പറയുന്നു. പിന്നെ തസ്യ ചാഷ്ടൗ ഭവിഷ്യന്തി സുമാല്യപ്രമുഖാസുത യൈമാം ഭോക്ഷ്യന്തി മഹീം രാജാന സ്മശതം സമാ. സുമാല്യപ്രമുഖ, സുമാല്യൻ തുടങ്ങിയ അഷ്ടൗ സുത 8 പുത്രന്മാര് തസ്യ ഭവിഷ്യതി അവനുണ്ടാവും. 8 പുത്രന്മാര് അവനുണ്ടാവും. യേ രാജാനഹ, ഈ ഇതൊരു രാജാക്കന്മാരാണോ, ശതം സമാ ഇമാം മഹിം ഭോക്ഷ്യന്തി, 100 വർഷക്കാലം ഈ ഭൂമിയെ അവരാണ് ഭരിക്കുക അല്ലെങ്കിൽ ഭുജിക്കുക. നന്ദന്, സുമാല്യൻ തുടങ്ങിയ 8 പുത്രന്മാര്, ആ രാജാക്കന്മാര് ഇത്തരത്തിൽ 100 സംവത്സരം ഭൂമിയെ അനുഭവിക്കും എന്നും പറഞ്ഞു. പിന്നെ നവനന്ദാൻ ദ്വിജ കശ്ചിൽ പ്രപന്നാനുദ്ധരിഷ്യതി തേഷാം അഭാവേ ജഗതിം മൗര്യ ഭോക്ഷ്യന്തി വൈ കലൗ. പ്രപന്നാൻ നവനന്ദാൻ, വിശ്വസ്തന്മാരായിരിക്കുന്ന നവനന്ദന്മാരെ, കശ്ചിത് ദ്വിജ, ഒരു ബ്രാഹ്മണൻ, ഉദ്ധരിഷ്യതി, ഉന്മൂലനം ചെയ്യും. ക്ഷത്രിയന്മാരെ ഉന്മൂലനം ചെയ്തു വന്ന ശൂദ്രന്മാരായിരിക്കുന്ന ഇവര്, ഈ നന്ദൻ തുടങ്ങിയ രാജാക്കന്മാര്, ഈ രാജാക്കന്മാരെ ഒരു ബ്രാഹ്മണൻ ഉന്മൂലനം ചെയ്യും. തേഷാം അഭാവേ, അപ്പൊ ആ വംശം ഇല്ലാതെയായി ഇല്ലേ. ജഗതിം, ഈ ജഗതിയെ, ഈ ഭൂമിയെ, കലൗ മൗര്യാഹ ഭോക്ഷ്യന്തി, മൗര്യന്മാര് ഈ ഭൂമിയെ ഭുജിക്കും എന്ന് പറയുന്നു. നവനന്ദന്മാര് നന്ദനെയും അവന്റെ പുത്രന്മാരായ സുമാല്യൻ തുടങ്ങിയ 8 പേരെയും, കൗടില്യൻ എന്ന് സുപ്രസിദ്ധനായിരിക്കുന്ന ചാണക്യൻ, നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ, ചാണക്യ തന്ത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചാണക്യൻ എന്ന ബ്രാഹ്മണനാണ് സമൂലം, മൂലത്തോടുകൂടി, വേരോടുകൂടി നശിപ്പിക്കും. അവരുടെ അഭാവത്തിൽ ചന്ദ്രവംശം അവസാനിക്കും. ഈ അവസരത്തിലാണ് മൗര്യന്മാർ എന്ന് അറിയപ്പെടുന്ന രാജാക്കന്മാര് കലിയുഗത്തിൽ ഭൂമിയെ അടക്കി വാഴുക എന്ന് പറയുന്ന 12ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അടുത്ത് പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ പ്രകാശനം ചെയ്ത ശ്രീമദ് ഭാഗവത സപ്താഹ ഗീതിക എന്ന പുസ്തകത്തിൽ മാഹാത്മ്യ ദിവസം മുതൽ ഓരോ ദിവസവും പ്രഭാതത്തിൽ ചൊല്ലാൻ, കീർത്തിക്കാൻ ഉദ്ദേശിച്ചും കൊണ്ട് ഓരോ കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. നതോന്നത വൃത്തത്തിലാണ് എല്ലാ കീർത്തനങ്ങളും. ആ കീർത്തനത്തില് മാഹാത്മ്യ ദിവസം ചൊല്ലുന്ന കീർത്തനം ഇവിടെ പാടാം ഇന്ന്. അതിനുശേഷം ബാക്കി ഭാഗങ്ങൾ, ഇവിടെ 12 ശ്ലോകങ്ങളാണ്, അല്ലെങ്കിൽ 12ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ചത്. 13ാമത്തെ ശ്ലോകം മുതൽ നമുക്ക്
നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ ശ്രീമദ് ഭാഗവത സപ്താഹ ഗീതികയിലെ മാഹാത്മ്യ ദിവസം പാടുന്ന ആ കീർത്തനം ആലപിച്ച് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 രാധാ ഗോവിന്ദ. ഭാഗവത സ്വരൂപിയാം ഗുരുവായൂരപ്പാദേവ ഭാഗ്യമേകുവീടുത്തെ ലീലകൾ പാടാൻ. ഭാഗവത സപ്താഹത്തിൻ മാഹാത്മ്യത്തെ ഞങ്ങളിത ഭക്തിപൂർവം സ്മരിക്കുന്നു ശ്രീവാസുദേവ. നാരായണ 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 രാധാ ഗോവിന്ദ. പാരായണം ചെയ്യും നേരം നാരായണ നിന്റെ വരം പാമരരാം ഞങ്ങൾക്കെന്നും ലഭിച്ചിടണേ. പ്രഭാഷണ സമയത്തോ വേണ്ട പോലെ കഥകളെ പ്രണവസ്വരൂപ ഭവാൻ തോന്നിപ്പിക്കണേ. നാരായണ 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 രാധാ ഗോവിന്ദ. ഭക്തന്മാരാം ശൗനകാദി ഋഷി വൃന്ദം ഒത്തുചേർന്നു ഭഗവൽ സ്മരണയോടെ നൈമീഷം തന്നിൽ. ഭാഗ്യവശാൽ അവിടേക്കു വന്നു ചേർന്നു സൂതൻ താനും ഭാഗവത മാഹാത്മ്യത്തെ പറഞ്ഞു മെല്ലെ. നാരായണ 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 രാധാ ഗോവിന്ദ. സനകാദി സപ്താഹത്തിൽ നാരദനോ ശ്രോതാവായി സാനന്ദം വന്നു ചേർന്നല്ലോ ഭക്തിദേവിയും. ആത്മദേവപുത്രൻ ധുന്ധുകാരിയാകും പ്രേതത്തിനു ആത്മബോധം വന്നല്ലോ ഗോകർണ ഭക്തിയാ. നാരായണ 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 രാധാ ഗോവിന്ദ. ശുദ്ധമാകും ഗംഗാതീരെ സനകാദി സപ്താഹത്തിൽ ശുകനെത്തി ഭക്തിയോടെ പറഞ്ഞിടവേ. ശങ്കര പൂജിതനാകും ശ്രീഹരിയും വന്നു ചേർന്നു ശംഖധ്വനിയുയർന്നല്ലോ മോദം നിറഞ്ഞു. നാരായണ 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 രാധാ ഗോവിന്ദ.
ഭാഗവത മാഹാത്മ്യത്തെ പൂർണ്ണമായി പറയുവാൻ ഭഗവാനാമനന്ദനും സാധിക്കയില്ല. ഭഗവാന്റെ അക്ഷരസ്വരൂപം തന്നെ ഭാഗവതം. ഭാഗവത മാഹാത്മ്യത്തെ ഏവമുരയ്ക്കാം. നാരായണ 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 രാധാ ഗോവിന്ദ. ഏഴു ദിനങ്ങളിലായി ഭാഗവതം സ്മരിക്കുവാൻ ഏകാക്ഷരീപദേ നീയും കനിഞ്ഞിടണേ. എപ്പോഴും നിന്നാമങ്ങളെ പാടുവാനും സ്മരിക്കാനും ഏണാംഗവംശീയാം ദേവ ഭക്തി നൽകണേ. ഏണാംഗവംശീയാം ദേവ ഭക്തി തരണേ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 ശ്രീവാസുദേവ. നാരായണ നാരായണ ശ്രീവാദനാഥ. നാരായണ നാരായണ ഗുരുവാദേശ. നാരായണ നാരായണ വായുപുരേശ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം. ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു.
ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.